भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അധ പഞ്ചാശീതിതമോധ്യായ. ശ്രീബാദരായണരുവാച. അധൈകദാത്മജൗ പ്രാപ്തോ കൃതപാദാഭിവന്ദനൗ വസുദേവോഭിനന്ദ്യാഃ പ്രീത്യാ സംഘർഷണാച്യുതൗ. മുനീനാം സവച ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യേർജാതവിശ്രംഭ പരിഭാഷ്യാഭ്യഭാഷത. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന. ജാനേ വാമസ്യേൽ സാക്ഷാൽ പ്രധാനപുരുഷൗ പരൗ. യത്ര യേന യതോ യസ്യ യസ്മൈ യഥായഥാ സ്യാദിദം ഭഗവാൻ സാക്ഷാൽ പ്രധാനപുരുഷേശ്വര. ഏതന്നാനാവിധം വിശ്വമാത്മസൃഷ്ടമധോക്ഷജ. ആത്മനാനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജ. പ്രാണാദീനാം വിശ്വസൃജാം ശക്തയോ യാഃ പരസ്യതാം. പാരതന്ത്ര്യാൽ വൈ സാദൃശ്യാൽ ദ്വയശ്ചേഷ്ടൈവ ചേഷ്ടതാം. കാന്തിസ്തേജ പ്രഭാ സത്താ ചന്ദ്രാഗ്ന്യാർക്കക്ഷ വിദ്യുതാം. യൽ സ്ഥൈര്യം ഭൂഭൃതാം ഭൂമിർവൃത്തിർഗന്ധോർത്ഥതോ ഭവാൻ. തർപ്പണം പ്രാണനമപാം ദേവാത്വം താശ്ച തദ്രസ. ഓജസ്സഹോ ബലം ചേഷ്ടാഗതിർവായോസ്തവേശ്വര. ദിശാം ത്വമവകാശോസി ദിശഘം സ്ഫോട ആശ്രയ. നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീനാം പൃഥകൃതി. ഇന്ദ്രിയം ത്വിന്ദ്രിയാണാം ത്വം ദേവാശ്ചാതദനുഗ്രഹ. അവബോധോ ഭവാൻ ബുദ്ധിർജീവസ്യാനുസ്മൃതി സതി. ഭൂതാനാമസി ഭൂതാദിരിന്ദ്രിയാണാം ച തൈജസ. വൈകാരികോ വികൽപ്പാനാം പ്രധാനമനുഷായിനാം. നശ്വരേഷ്വിഹ ഭാവേഷു തദസി ത്വമനശ്വരം. യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. സത്വം രജസ്തമ ഇതി ഗുണാസ്തദ്വൃത്തയശ്ച യാം. ത്വയ്യദ്ധാ ബ്രഹ്മണി പരേ കൽപ്പിതാ യോഗമായയാ. തസ്മാന്ന സന്ധ്യമീ ഭാവായർഹി ത്വയി വികൽപ്പിതാം. ത്വം ചാമീഷു വികാരേഷു ഹ്യന്യദാവ്യാവഹാരിക. ഗുണപ്രവാഹ ഏതസ്മിന്നബുധാസ്ത്വഖിലാത്മന. ഗതിം സൂക്ഷ്മാമബോധേന സംസരന്തീഹ കർമ്മഭിः. യദൃച്ഛയാ നൃതാം പ്രാപ്യ സുകൽപ്പാമിഹ ദുർലഭാം. സ്വാർത്ഥേ പ്രമത്തസ്യ വയോ ഗതം ത്വന്മായേശ്വര. അസാവഹം മമൈവൈതേ
ദേഹേ ചാസ്യാന്വയാദിഷു സ്നേഹപാശേർനിബധ്നാതി ഭവാൻ സർവമിദം ജഗത് യുവാം ന സുതൗ സാക്ഷാൽ പ്രധാനപുരുഷേശ്വരോ ഭൂഭാരക്ഷത്രക്ഷപണ അവതീർണോ തഥാർത്ഥഃ തത്തേ ഗതോസ്മരണമദ്യ പദാരവിന്ദമാപന്ന സംസൃതി ഭയാവഹമാർത്തബന്ധോ ഏതാവതാലമലമിന്ദ്രിയലാലസേന മർത്യാത്മദൃക്ത്വയി പരേ യതപത്യബുദ്ധി സൂതീഗൃഹേനു ജഗാദ ഭവാനജോനൗ സഞ്ജജ്ഞ ഇത്യനിയുഗം നിജധർമ്മഗുപ്തൈ നാനാതനുർഗഗനവദ്വിദധജ്ജഹാസി കോ വേദ ഭൂമ്ന ഉരുഗായ വിഭൂതിമായാം. ശ്രീശുക ഉവാച ആകർണ്യേദ്ധം പിതൃവാക്യം ഭഗവാൻ സാത്വതഋഷഭ പ്രത്യാഹ പ്രശ്രയാനമ്ര പ്രഹസൻ ശ്ലക്ഷ്ണയാ ഗിര. ശ്രീഭഗവാനുവാച വചോവ സമവേദാർത്ഥം താതൈതതുപമന്മഹേ എന്ന പുത്രാൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാഹൃത അഹം യൂയമസാവാര്യ ഇമേ ച ദ്വാരകൗകസ സർവേപ്യേവം യദുശ്രേഷ്ഠ വിമൃശ്യ സചരാചരം ആത്മാ ഹ്യേക സ്വയം ജ്യോതിർനിത്യോന്യോ നിർഗുണോ ഗുണൈഃ ആത്മസൃഷ്ടൈസ്തൽകൃതേഷു ഭൂതേഷു ബഹുധേയത്തെ ഘം വായുർജ്യോതിരാപോ ഭൂസ്തൽകൃതേഷു യഥാശയം ആവിസ്ഥിരോൽപഭൂര്യേകോ നാനാത്വം യാത്യസാവപി. ശ്രീശുക ഉവാച ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃത ശ്രുത്വാ വിനഷ്ടനാനാധീസ്തൂഷ്ണീം പ്രീതമനാ അഭൂത്. അഥ തത്ര കുരുശ്രേഷ്ഠ ദേവകീ സർവദേവതാ ശ്രുത്വാനീതം ഗുരോപുത്രമാത്മജാഭ്യാം സുവിസ്മിത. കൃഷ്ണരാമൗ സമാശ്രാവ്യ പുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലവ്യാദശ്രുലോചന. ദേവക്യുവാച രാമ രാമാപ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാം വിശ്വസൃജാമീശ്വരാവാദിപൂരുഷൗ കാലവിധ്വസ്തസത്വാനാം രാജ്ഞാമുച്ഛാസ്ത്രവർത്തിനാം ഭൂമേർഭാരായമാണാനാം അവതീർണൗ ക്ഷയായ മേ. യസ്യാംശാംശാംശഭാഗേന വിശ്വോൽപത്തിലയോദയാ ഭവന്തി കില വിശ്വാത്മം സ്തം ത്വാദ്യാഹം ഗതിം ഗതാ. ചിരാന്മൃതസുതാദാനേ ഗുരുണാ കില ചോദിതൗ ആനിന്യഥു പിതൃസ്ഥാനാൽ ഗുരവേ ഗുരുദക്ഷിണാം. തഥാ മേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരൗ ഭോജരാജഹതാൻ പുത്രാൻ കാമയേ ദ്രഷ്ടുമാഹൃതാൻ. ഋഷിരുവാച ഏവം സഞ്ചോദിതൗ മാത്രാ രാമകൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശതുർയോഗമായാമുപാശ്രിതൗ. തസ്മിൻ പ്രവിഷ്ടാവുപലഭ്യ ദൈത്യരാട് വിശ്വാത്മദൈവം സുതരാം തഥാത്മന. തദ്ദർശനാഹ്ലാദപരിപ്ലുതാശയ സദ്യ സമുദ്ധായ നനാമസാന്വയ. തയോ സമാനീയ വരാസനം മുദാ നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോ. ദധാര പാദാവനിജ്യ തജ്ജലം സവൃന്ദ ആബ്രഹ്മ പുനദ്വദംബുഹ. സമർഹയാമാസ സതൗ വിഭൂതിഭിർമഹാർഹവസ്ത്രാഭരണാനുലേപനൈ താംബൂലദീപാമൃതഭക്ഷണാദിഭി സ്വഗോത്രവിത്താത്മസമർപ്പണേന ച. സ ഇന്ദ്രസേനോ ഭഗവത്പദാംബുജം ബിഭ്രന്മുഹു പ്രേമ വിഭിന്നയാ ധിയാ. ഉവാചഹാനന്ദജലാകുലേക്ഷണ പ്രഹൃഷ്ടരോമാ നൃപ ഗദ്ഗദാക്ഷരം. ബലിരുവാച നമോനന്ദായ ബൃഹത്തെ നമഃ കൃഷ്ണായ വേധസേ സാഖ്യയോഗവിതാനായ ബ്രഹ്മണേ പരമാത്മനെ. ദർശനം വാം ഹി ഭൂതാനാം ദുഷ്പ്രാപം ചാപ്യ ദുർലഭം രജസ്തമസ്വഭാവാനാം യെന്ന പ്രാപ്തോ യദൃച്ഛയാ. ദൈത്യദാനവഗന്ധർവാ സിദ്ധവിദ്യാധ്രചാരണാം യക്ഷരക്ഷ പിശാചാശ്ച ഭൂതപ്രമഥനായകാ. വിശുദ്ധസത്വധാമ്യദ്ധാ ത്വയി ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേ വയം ചാന്യേ ച താദൃശാ. കേചനോദ്ബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമത ന തഥാ സത്വസംരബ്ധാ സന്നികൃഷ്ടാ സുരാദയാ.
ഇദമിദ്ധമിതി പ്രായസ്തവ യോഗേശ്വരേശ്വര ന വിദന്ത്യപി യോഗേശാ യോഗമായാം കുതോ വയം തന്ന പ്രസീദ നിരപേക്ഷ വിമൃഗ്യ യുഷ്മൽ പാദാരവിന്ദധിഷണാന്യഗൃഹാന്ധകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണാഘ്രുപലബ്ധവൃത്തി ശാന്തോ യഥൈക ഉത സർവസഖൈശ്ചരാമി ശാധ്യസ്മാനീശിതവ്യേഷാ നിഷ്പാപാൻ കുരു ന പ്രഭോ പുമാൻ യശ്രദ്ധയാതിഷ്ടോദനായാ വിമുച്യത്തെ. ശ്രീഭഗവാനുവാച ആസന്മരീചേ ഷട്പുത്ര ഊർണായാം പ്രഥമേന്ദരേ ദേവാ കം ജഹസുർവീക്ഷ്യ സുതാം യഭിതുമുദ്യതം തേനാസുരീമകൻ യോനിമധുനാവദ്യ കർമ്മണ ഹിരണ്യകശിപോർജാത നീതാസ്തേ യോഗമായയാ ദേവക്യാ ഉദരേ ജാത രാജൻ കംസവിഹിംസിതാഃ സാതാൻ ശോചത്യാത്മജാൻ സ്വാംസ്തേ ഇമേ ധ്യാസതേന്ദിതേ ഇത ഏതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുത്തയേ തതശ്ശാപാദ് വിനിർമുക്ത ലോകം യാസ്യന്തി വിജ്വരാം സ്മരോദ്ഗീത പരിഷ്വംഗ പതംഗ ക്ഷുദ്രഭൃദ്ഘൃണീ ഷഡിമേ മൽപ്രസാദേന പുനർയാസ്യന്തി സദ്ഗതിം ഇത്യുക്ത്വാ താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീമേത്യാ മാതുപുത്രാനയക്ഷതാം താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനീ പരിഷ്വഞ്ജ്യാംഗമാരോപ്യ മൂർധ്യജിഘ്രദഭീക്ഷ്ണശ അപായയൽ സ്തനം പ്രീത സുതസ്പർശ പരിപ്ലുത മോഹിതാമായയാ വിഷ്ണോർയയാ സൃഷ്ടിപ്രവർത്തത്തെ പീത്വാമൃതം പയസ്തസ്യ പീതശേഷം ഗദാഭൃത നാരായണാംഗ സംസ്പർശ പ്രതിലബ്ധാത്മദർശനാം തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകിം പിതരം ബലം മിഷതാം സർവഭൂതാനാം യയുർധാമ ദിവൗകസാം തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃതാഗമന നിർഗമം മേനേ സുവിസ്മിതാമായാം കൃഷ്ണസ്യ രചിതാം നൃപ ഏവം വിധാന്യദ്ഭുതാനി കൃഷ്ണസ്യ പരമാത്മന വീര്യാണ്യനന്ദവീര്യസ്യ സന്ധ്യനന്ദാനി ഭാരത. സൂത ഉവാച യൈതമനുശൃണോതി ശ്രാവയോദ്വാ മുരാരേശ്ചരിതമൃതകീർത്തേർവർണിതം വ്യാസപുത്രൈः ജഗദഖഭിദലം തദ്ഭക്തസൽക്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതി തൽക്ഷേമധാമ. ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ മൃതാഗ്രാജാനയനം നാമ പഞ്ചാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. കാരുണ്യാമൃതവാരിധിം കരലസൽക്കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാവാത്സല്യങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 710 ദിവസത്തിലേക്ക് എത്തി. ഇന്ന് കർക്കിടകം 1 രാമായണ മാസാചരണം. കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഭഗവൽ ഭക്തന്മാരെ, സജ്ജനങ്ങൾ രാമകഥകളിലൂടെ
അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യ ദിനം ഇന്ന് ആരംഭിക്കുകയാണ്. ഇനിയുള്ള മാസം, അല്ലെങ്കിൽ പഞ്ഞക്കർക്കിടകം എന്ന് വിളിച്ചിരുന്ന മാസത്തെ രാമനാമം രാമായണ മാസമാക്കി മാറ്റി ധന്യമായ ആ മാസത്തിൽ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരോപാസനയോടൊപ്പം നേരത്തെ ഭക്തജനങ്ങളുമായി പങ്കുവെച്ച രാമായണ മകരന്തം എന്ന ആ രാമായണ കഥകളുടെ പ്രഭാഷണ പരമ്പരയും ഇന്ന് ആരംഭിക്കുകയാണ്. നേരത്തെ ആളുകൾ കേട്ടിട്ടുള്ളതാണ് എങ്കിൽ അത് വീണ്ടും ഇന്നു മുതൽ വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് അയച്ചു കഴിഞ്ഞു. താല്പര്യമുള്ള ആളുകൾക്ക് അത് കേൾക്കാം എന്നുകൂടി അറിയിച്ചും കൊണ്ടാണ് ഇന്നത്തെ ഭാഗവതോപാസന ആരംഭിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 85-ാമത്തെ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്തത്. രാമകൃഷ്ണന്മാര് അച്ഛനായ വസുദേവരുടെ പ്രാർത്ഥനയനുസരിച്ച് ജ്ഞാനത്തെയും അതേപോലെ അമ്മയായ ദേവകിയുടെ പ്രാർത്ഥന അനുസരിച്ച് മരിച്ചുപോയ ആ കുട്ടികളെയും തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതായിട്ടുള്ള രംഗം, അതാണ് നമ്മൾ ഈ 85-ാമത്തെ അധ്യായത്തിൽ അനുസ്മരിക്കുന്നത്. ബാദരായണി ശിശുബ്രഹ്മശ്രീ പറഞ്ഞു, ശ്രീ ബാദരായണി രുവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അധൈകത ആത്മജോ പ്രാപ്തോ കൃതപാദാഭിവന്ദനോ വസുദേവോ അഭിനന്ദ്യാഹ പ്രീത്യ സംഘർഷണാച്യുതൗ. അതിനുശേഷം ഒരിക്കൽ അഥാ ഏകദ പ്രാപ്തൗ കൃതപാദാഭിവന്ദനോ, തൻ്റെ സമീപത്തേക്ക് വന്നവരും അതേപോലെ തന്നെ പാദത്തിൽ വീണ് നമസ്കരിച്ചവരുമായിരിക്കുന്ന സംഘർഷണാച്യുതൗ ആത്മജൗ, ബലരാമനും ശ്രീകൃഷ്ണനുമായ തൻ്റെ മക്കളെ അഭിനന്ദിച്ചിട്ട് വസുദേവൻ പ്രീത്യ ആഹ, വളരെ സന്തോഷത്തോടുകൂടി പ്രീതിയോടുകൂടി കുട്ടികളോട് പറയുന്നു. മുനീനാം സവച ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യേർജാത വിശ്രംഭ പരിഭാഷ്യാഭ്യഭാഷതാം. പുത്രയോ ധാമസൂചകം, പുത്രന്മാരുടെ പ്രഭാവത്തെ സൂചിപ്പിക്കുന്ന മുനീനാം വചഃ, മുനികളുടെ വാക്കുകളെ കേട്ടിട്ട് തദ്വീര്യൈ ജാതവിശ്രംഭ, അവരുടെ പരാക്രമങ്ങളിൽ ഉണ്ടായ വിശ്വാസത്തോടു കൂടിയവരായി, അല്ലെങ്കിൽ ആ വിശ്വാസത്തോടു കൂടി ആ വസുദേവര് പരിഭാഷ്യ അഭ്യഭാഷത, സംബോധന ചെയ്തുകൊണ്ട് രണ്ടുപേരെയും പ്രത്യേകമായിട്ട് പേരെടുത്ത് വിളിച്ചും കൊണ്ടാണ് വസുദേവര് സംസാരിക്കാൻ തുടങ്ങിയത്. കാരണം ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും പ്രാധാന്യത്തെ അറിയാതെയല്ല, പ്രത്യേകിച്ചും സജ്ജനങ്ങളുടെ വാക്കുകൾ കൂടി കേട്ടപ്പോ ആ വാക്ക് പുത്രന്മാരുടെ പരാക്രമ പ്രവൃത്തി അതിനെ കൂടുതൽ തെളിയിപ്പിച്ചു തരുന്നതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാക്കിൽ വിശ്വാസമുള്ളവനായി വസുദേവര് രണ്ടുപേരെയും വിളിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേവാമസ്യത് സാക്ഷാൽ പ്രധാന പുരുഷവും പരവും. മഹായോഗിൻ കൃഷ്ണ, മഹായോഗിയായ ശ്രീകൃഷ്ണ, സനാതന നാശരഹിതരാണ്, സനാതന ധർമ്മം നാശമില്ലാത്തത്. അപ്പൊ നാശരഹിതനായിരിക്കുന്ന സംഘർഷണ ബലരാമ, വാം അസ്യ സാക്ഷാത് പ്രധാന പുരുഷവും, നിങ്ങൾ രണ്ടുപേരെ ഇതിൻ്റെ സ്വരൂപമായി ഭവിച്ചിരിക്കുന്ന പ്രധാന പുരുഷന്മാരും ഈശ്വരന്മാരുമാണ് എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ലോകത്തിന്റെ സ്വരൂപഭൂതന്മാരായ പ്രകൃതി പുരുഷന്മാരാണ്. ആ പ്രകൃതി പുരുഷന്മാരെ നിയമിക്കുന്ന ഈശ്വരന്മാരുമാണ് നിങ്ങൾ. അതാണ് അതിനെ നിയമിക്കുന്ന ഈശ്വരന്മാരുമാണ്. ഈശ്വരൻ അവതരിച്ചേക്കാണ് എന്ന് ഞാനിതാ മനസ്സിലാക്കുന്നു. യത്രയേന യതോ യസ്യ യസ്മൈ യദ് യദ് യഥാ യദാ സ്യാദിദം ഭഗവാൻ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരഃ
യത്ര യേന യതോ യസ്യ യസ്മൈ യത് യത് യഥാ യഥാ എന്നാണ്. യത്ര യാതൊന്നിൽ, യേന യാതൊരുവനാൽ, യസ്യ യാതൊന്നിന് സംബന്ധമായിട്ട്, യസ്മൈ യാതൊരുവനായിക്കൊണ്ട്, യത് ഏതൊരാളാണോ, യത് ഏതൊരു കർമ്മം, യഥാ ഏതു പ്രകാരത്തിൽ, യഥാ ഏത് കാലത്തിൽ, ഇതം ഈ കാണപ്പെടുന്ന ലോകം ഉണ്ടാക്കിയത്, സ്യാത് ഭവിക്കുമോ, സാക്ഷാത് സാക്ഷാത്തായിരിക്കുന്ന പ്രധാന പുരുഷേശ്വര ഭഗവാൻ, പ്രധാനവും പുരുഷനും ഈശ്വരനും ഭഗവാനും ഒക്കെ നിങ്ങൾ തന്നെയാണ് എന്നാണ്. ഈ ലോകം അനേകം സാധനങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെയാണ് പ്രധാന പുരുഷാത്മകം എന്നുള്ളത് ആണെങ്കിൽ പറയാണ്, അതിൻ്റെ നിയന്താവ് നിങ്ങളാണ്. ഇവിടെ പറയാണ്, ഈ ലോകത്തിൽ കർത്താവും കാരണവും നിമിത്തവും ഉപാദാനവും ഏതൊന്നിൽ നിന്ന്, ഏതൊരു ഉപാദാന കാരണത്തിൽ നിന്ന് ഈ ലോകമുണ്ടാകുന്നു, ഏതൊരു ഈശ്വരന്റെ ബന്ധം കൊണ്ട് ആരാണോ അതിന് നിമിത്തമായി തീർന്നത്, ഇത് സചേതനമായിരിക്കുന്നത്, ഏതൊരാളുടെ ലീലയ്ക്ക് വേണ്ടിയാണിത് സൃഷ്ടിക്കപ്പെട്ടത്, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ആ പ്രയോജ്യ കർത്താവ് ആരാണ്, പ്രവർത്തിപ്പിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന കാര്യം എന്താണ്, ഏത് വിധത്തിൽ അതിനെ ഉണ്ടാക്കുന്നു, ഏത് കാലത്തിൽ ഉണ്ടാക്കുന്നു, അതൊക്കെ തന്നെ പ്രകൃതി പുരുഷേശ്വര സ്വരൂപമായിരിക്കുന്ന നിങ്ങളാണ്. ബലരാമനെയും ശ്രീകൃഷ്ണനെയും ഒന്നായി പറയുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭോഗ്യം, ഭോക്താവ്, ഭോജനം ഇങ്ങനെ ഭേദങ്ങളുണ്ടെങ്കിലും അതെല്ലാമായി വിളങ്ങുന്നത് ഒരേ ഒരു ഈശ്വരനാണ്. രാമനും കൃഷ്ണനും അത് തന്നെയാണ്. അവിടുന്ന് ഏകനാണ്, പലതായി കാണപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാമ രൂപ ഭേദങ്ങളൊന്നും ഈശ്വരനെ ബാധിക്കുന്നില്ല. ഈശ്വരന്റെ ലീലയ്ക്ക് വേണ്ടി ഭഗവാൻ അത്തരത്തിൽ വേഷം കെട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതന്നാനാവിധം വിശ്വമാത്മസൃഷ്ടമധോക്ഷജ ആത്മനാനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജ. ആത്മൻ ആത്മസ്വരൂപമായിരിക്കുന്നവനെ, അധോക്ഷജ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത സ്വരൂപത്തോടു കൂടിയവനാണ് അവിടുന്ന്. ആത്മസൃഷ്ടം തന്നാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടതും പലതരത്തിലുമായിരിക്കുന്ന ഈ വിശ്വം, ഏതത് വിശ്വം ഈ ലോകത്തെ ആത്മന അനുപ്രവിശ്യ ആത്മാവ് കൊണ്ട് അനുപ്രവേശിച്ചിട്ട് അജഹ ജന്മാദി രഹിതനായിരിക്കുന്ന അല്ലെങ്കിൽ ജന്മരഹിതനായിരിക്കുന്ന അങ്ങ് പ്രാണനായും ജീവനായും അതിനെ ഭരിച്ചും കൊണ്ടിരിക്കണോ ഭഗവാനെ എന്നാണ്. ഈ ലോകത്തിന്റെ പോഷണവും ധാരണവും അവിടുന്ന് തന്നെയാണ്. ദേവൻ, ഗന്ധർവൻ, മനുഷ്യൻ, പുരുഷൻ, സ്ത്രീ, മൃഗം, പക്ഷി, വൃക്ഷം, ലത എന്ന് വേണ്ട പല രൂപങ്ങളായി കാണുന്ന ഈ ലോകം മുഴുവൻ അങ്ങാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, അങ്ങയെ ഉൾക്കൊള്ളുന്നതാണ്, അങ്ങ് തന്നെയാണ്. താൻ സൃഷ്ടിച്ച ഈ ലോകത്തിൽ താൻ തന്നെ അന്തര്യാമിയായി പ്രവേശിച്ച് ഈ ലോകത്തെ ധരിച്ച് ഈ ലോകത്തെ പോഷിപ്പിച്ച് അവിടുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടുത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. ജന്മാദി വികാരങ്ങളില്ലാത്ത, ഇന്ദ്രിയങ്ങളാൽ കാണപ്പെടാൻ സാധിക്കാത്തവനാണ് അവിടുന്ന് എന്നും പറയുന്നു. വളരെ വിശേഷമായിട്ടുള്ള സ്തുതിയാണ് വസുദേവരുടെ. പ്രാണാദീനാം വിശ്വസൃജാം ശക്തയോയാ പരസ്യതാം പാരതന്ത്ര്യാൽ വൈ സാദൃശ്യാൽ ദ്വയോശ്ചേഷ്ടൈവ ചേഷ്ടതാം. പ്രാണാദീനാം പ്രാണാദികളായിരിക്കുന്ന ലോകസൃഷ്ടികളുടെ ആ ശക്തി യാ താ ഏതൊന്നുകളാണോ അത് പരസ്യ പരന്റേതാണ്, ദ്വയോ രണ്ടിനും പാരതന്ത്ര്യാൽ ആ അസ്വാതന്ത്ര്യം കൊണ്ട്, വൈസാദൃശ്യാൽ സാദൃശ്യമില്ലായ്മ കാരണവും, ചേഷ്ടതാം പ്രവർത്തിപ്പിക്കുന്നവരുടെ ചേഷ്ട ഏവ പ്രവൃത്തി തന്നെ. ഇപ്പൊ ലോകത്തിന് കാരണം പല പ്രാണാദികളാണ്. അപ്പൊ പരമേശ്വരൻ തന്നെ ലോകത്തിന് ഏക കാരണം. അതുകൊണ്ട് ഈ ലോകം ഈശ്വരാത്മകമാകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് വളരെ വിസ്തരിച്ച് പറയുകയാണ്.
പലതരത്തിലുള്ള ശക്തികളോടുകൂടിയ സമഷ്ടി പ്രാണാത്മകമായ സൂത്രാത്മാവ്, കാലം, പ്രകൃതി, മഹത്വത്വം, അഹങ്കാരം, മഹാഭൂത പഞ്ചകം അല്ലെ, മഹാഭൂതങ്ങള്, 11 ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ ചേർന്നിട്ടാണ് ലോകം ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കുകയാണോ? ഇതിൽ കാണപ്പെടുന്ന ശക്തികൾ എന്താണോ അതൊക്കെ തന്നെ ഈശ്വരന്റെ ശക്തിയാണ്. കാരണം ഇതൊക്കെ അചേതനമാണ്. ഇതിനെ സചേതനമാക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ ചേതനാസ്വരൂപനാണ്, സ്വതന്ത്രനാണ്. പ്രാണാദികൾ അചേതനങ്ങളാണ്. അതുകൊണ്ട് അവരെ പാരതന്ത്ര്യത്തിൽ പെട്ടുകിടക്കുന്നു. ഇവിടെ ഈ ഒരു ശരവും ഒരു പുരുഷനും, ശരം ഒരാളെ മുറിപ്പെടുത്തുന്നത് ആരുടെ ശക്തി കൊണ്ടാണ്? ശരത്തിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് ആ ശരത്തെ ഉപയോഗിക്കുന്ന അമ്പെയ്യുന്ന ആളുടെ ശക്തി കൊണ്ടാണ്. അവിടെ പ്രാണാദികളിൽ കാണപ്പെടുന്ന ശക്തി, എല്ലാത്തിലും കാണപ്പെടുന്ന ശക്തി ഒന്ന് തന്നെയാണെന്നാണ്. ഇവിടെ പുല്ല് കാറ്റത്തിളകും, അത് പുല്ലിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് കാറ്റിന്റെ ശക്തി കൊണ്ടാണ് എന്നതുപോലെ ഈ ലോകത്തിൽ സകല ചരാചരങ്ങളും ഭഗവാന്റെ ശക്തിവിശേഷം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രാണാദികൾക്കും ശക്തിയുണ്ട്, ഈശ്വരനും ശക്തിയുണ്ട്. 2 ശക്തികൾ ഒന്നിച്ചു ചേർന്ന് ലോകമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ എന്നാണെങ്കിൽ അതൊക്കെ അചേതനമാണ്. ആ അചേതനമായത് ചേതനാസ്വരൂപമായിരിക്കുന്ന, ചൈതന്യസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഒരായുധം ഉപയോഗിക്കാതെ വെച്ചാൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതിനെ സചേതനമാക്കുന്നത് ആയുധം ഉപയോഗിക്കുന്ന ആളാണ്. ഇതേപോലെ പ്രാണാദികൾ ഈശ്വരന്റെ ശക്തിപ്രേരണ കൊണ്ടാണ് ക്രിയാശക്തിയായിട്ട് മാറുന്നത്. ഈശ്വരൻ മാത്രമാണ് ചൈതന്യമായി നിലനിൽക്കുന്നത്. ആ ഈശ്വരനാണ് അല്ലയോ രാമ, കൃഷ്ണ, നിങ്ങൾ 2 പേരും എന്ന് പറയുന്നിടത്ത് ആ 6ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 7ാമത്തെ ശ്ലോകം മുതൽ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ,
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.